ക്രൂശിതനായ എൻ്റെ ഈശോയെ, അങ്ങേ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം വീണുകൊണ്ട് കരുണാർദ്രമായ സ്നേഹത്തോടെ കാൽവരിയിലേക്കുള്ള വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങേ അനുഗമിച്ച് പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീരുകളെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നല്ലവനായ കർത്താവേ, പരിശുദ്ധ അമ്മയുടെ രക്തം കലർന്ന കണ്ണുനീർത്തുള്ളികൾ തരുന്ന സന്ദേശം ശരിക്കും മനസ്സിലാക്കുന്നതിനും അങ്ങനെ ഞങ്ങൾ ഇഹത്തിൽ അങ്ങയുടെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ അവളോടൊത്ത് നിത്യമായി അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നതിനും യോഗ്യരാക്കുന്നതിനും വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ 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 എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ ഒന്നാം ദിവ്യരഹസ്യം. പരിശുദ്ധ അമ്മേ, മാതാവേ, അങ്ങ് ഉണ്ണീശോയെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന ശിമയോന്റെ പ്രവചനം കേട്ടപ്പോൾ നീ ചിന്തിയ രക്തക്കണ്ണീരിനെ പ്രതി. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ സ്നേഹം
ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. രണ്ടാം ദിവ്യരഹസ്യം. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ഈജിപ്തിലേക്കുള്ള പലായനത്തിൽ പരിശുദ്ധ അമ്മ ചിന്തിയ കണ്ണുനീരിന്റെ യോഗ്യതയാൽ. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. മൂന്നാം ദിവ്യരഹസ്യം. ഓ ഈശോ, 12-ാം വയസ്സിൽ അങ്ങയെ കാണാതായപ്പോൾ പരിശുദ്ധ അമ്മ ചിന്തിയ കണ്ണുനീരിന്റെ യോഗ്യതയാൽ. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം
ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. നാലാം ദിവ്യരഹസ്യം. സ്നേഹനാഥനായ ഈശോ അങ്ങു ഗാഗുൽത്തായിലേക്ക് മനുഷ്യവർഗത്തിന്റെ പാപഭാരമാകുന്ന കുരിശും പേറിപ്പോയപ്പോൾ അങ്ങയെ കണ്ട് വ്യാകുലയായ അമ്മ തൂകിയ കണ്ണീർ കണങ്ങളെക്കുറിച്ച്. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. അഞ്ചാം ദിവ്യരഹസ്യം. ഓ ഈശോ, അങ്ങയുടെ പാടുപീഡകളും ക്രൂശിലെ മരണവും കണ്ട് ഹൃദയം നുറങ്ങി വിലപിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കണ്ണീർ കണങ്ങളെക്കുറിച്ച്. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന
പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. ആറാം ദിവ്യരഹസ്യം. ഈശോനാഥ, അങ്ങേ മൃതശരീരം കുരിശിൽ നിന്നും ഇറക്കി പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടത്തിയപ്പോൾ അമ്മ വേദനയോടുകൂടി ചിന്തിയ കണ്ണീർ തുള്ളികളെക്കുറിച്ച്. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ
ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. ഏഴാം ദിവ്യരഹസ്യം. ഓ ഈശോ, അങ്ങേ മൃതദേഹം കല്ലറയിൽ സംസ്കരിച്ചപ്പോൾ ദുഃഖാധിക്യത്താൽ പരിശുദ്ധ അമ്മ തൂകിയ കണ്ണീർ കണങ്ങളെക്കുറിച്ച്. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സമാപന പ്രാർത്ഥന. ഓ മറിയമേ, വ്യാകുലവും കരുണയും സ്നേഹവും നിറഞ്ഞ അമ്മേ, ഞങ്ങളുടെ എളിയ യാചനകളെ അങ്ങയുടെ പ്രാർത്ഥനയോട് ചേർത്ത് അങ്ങയുടെ പ്രിയപുത്രന് കാഴ്ചവെക്കണമേ. ഞങ്ങൾക്കായി ചിന്തിയ അങ്ങയുടെ രക്തക്കണ്ണീർ കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ നിയോഗങ്ങൾ അങ്ങയുടെ പ്രിയപുത്രന്റെ പക്കൽ നിന്നും ലഭിച്ചു തരണമേ. ഞങ്ങളെ എല്ലാവരെയും നിത്യഭാഗ്യത്തിൽ ചേർക്കുകയും ചെയ്യണമേ. ഓ മറിയമേ, അങ്ങയുടെ രക്തക്കണ്ണീരാൽ പിശാചിന്റെ ഭരണത്തെ തകർക്കണമേ എന്നും ഞങ്ങളെ പ്രതി ബന്ധിതമായ ഈശോയുടെ തൃക്കരങ്ങളാൽ സകല തിന്മകളിൽ നിന്നും ലോകത്തെ കാത്തുരക്ഷിക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ വ്യാകുല മാതാവിന്റെ വണക്കമാസം 25-ാം ദിവസം. പരിശുദ്ധ മറിയം തൻ്റെ വ്യാകുലതകളെ സഹിച്ച വിധത്തെക്കുറിച്ച് നാം ധ്യാനിക്കുന്നു. ഈശോ കുരിശിൽ തൂങ്ങി ദൂഷണങ്ങളുടെയും പീഡകളുടെയും മധ്യേ യാതൊരാശ്വാസവും കൂടാതെ മരിച്ച അവസരത്തിലേതുപോലെ അത്ര കഠോരമായ വ്യാകുലത ദിവ്യജനനി ഒരിക്കലും അനുഭവിച്ചിട്ടില്ല എന്നുള്ളത് നിസ്തർക്കമായ സംഗതിയാണ്. എന്നാൽ ആ നാഥയുടെ അപ്പോഴത്തെ സ്ഥിതി സുവിശേഷകനായ വിശുദ്ധ യോഹന്നാൻ
ചിത്രരൂപേണ നമ്മെ ദർശിപ്പിക്കുന്നത് എങ്ങനെയാണ്? ആ അമ്മ ദുഃഖാധിക്യം കൊണ്ട് മൂർച്ഛിച്ച് നിലംപതിച്ചെന്നോ അല്ലെങ്കിൽ അതുപോലെ മറ്റൊരവസ്ഥ പ്രാപിച്ചെന്നോ ആണോ സുവിശേഷകൻ ചിത്രീകരിച്ചിരിക്കുന്നത്? അല്ല. ഈശോയുടെ കുരിശിന്റെ പക്കൽ അദ്ദേഹത്തിൻ്റെ അമ്മ നിന്നിരുന്നു എന്ന ഒരേ ഒരു വാക്യം മാത്രമേ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ. ആയുസ്സിനേക്കാൾ അധികമായി സ്വന്തം പുത്രനെ സ്നേഹിച്ചിരുന്ന മാതാവ് ദുഃഖസാഗരത്തിൽ മുങ്ങി മരിക്കുന്ന പുത്രന്റെ പക്കൽ നിൽക്കുന്നു. എത്ര പ്രശാന്ത ഗംഭീരമായ നില, എത്ര സുസ്ഥിരമായ ധൈര്യം, എത്ര നിസ്തുലമായ ക്ഷമ! ദൈവതിരുമനസ്സിന് പൂർണ്ണമായി കീഴ്പ്പെടുന്ന വിധം ഇതാ കണ്ടാലും ദിവ്യജനനിയുടെ എല്ലാ വ്യാകുലതകളുടെയും ചിത്രം ഇത് തന്നെയാണ്. പരിശുദ്ധ മറിയം വ്യാകുലതകളെ ധീരതയോടും സ്ഥിരതയോടും കൂടിയാണ് സഹിച്ചത്. ഈശോ ഗാഗുൽത്താമലയിൽ കുരിശിൽ തൂങ്ങിക്കിടക്കയിൽ ഗ്രഹണം കൊണ്ട് സൂര്യനിരുണ്ടു, പാറകൾ പിളർന്നു, ദുഃഖം മൂലം സൃഷ്ടങ്ങൾ ഇളകി. എന്നാൽ ഈശോയുടെ അമ്മയാകട്ടെ നിശ്ചലയായി നിലനിൽക്കുന്നു. 1000 മരണം ഒരേ സമയത്ത് നേരിട്ടാലുണ്ടാകാവുന്ന പീഡകളെ അതിശയിക്കുമാറ് മറിയം അപ്പോൾ സഹിച്ച വേദന അത്ര ഉഗ്രമായിരുന്നിട്ടും സുസ്ഥിരയായി ധൈര്യസമേതം നിലനിൽക്കുന്നു. വീണ്ടും പരിശുദ്ധ മറിയം സകല വ്യാകുലതകളെയും ക്ഷമയോടും ആത്മനിയന്ത്രണത്തോടും കൂടിയാണ് അനുഭവിച്ചത്. നടപ്പിലും നോട്ടങ്ങളിലും ശരീരത്തിൻ്റെ സകല ചലനങ്ങളിലും ഈ നിയന്ത്രണശീലം വിസ്മയനീയമായ വിധത്തിൽ അവൾ പ്രദ്യോതിച്ചിരുന്നു. ആ നാഥയുടെ കാഴ്ച തന്നെ പലർക്കും ഒരു ഉത്തമ മാതൃകയായിരുന്നു. ഈശോയുടെ പീഡകൾ നിമിത്തം അവർണ്ണനീയമായ ദുഃഖം ആ അമ്മ അനുഭവിച്ചിട്ടും അക്ഷമയായി ഒരു വാക്കുച്ചരിക്കുകയാകട്ടെ, ശരീരത്തിൽ അനുചിതമായ വല്ല ചേഷ്ടയും പ്രദർശിപ്പിക്കുകയാകട്ടെ, അതുണ്ടായിട്ടില്ല. വീണ്ടും പരിശുദ്ധ മറിയം സകല വ്യാകുലതകളെയും ദൈവതിരുമനസ്സിന് പൂർണ്ണമായി കീഴ്വഴങ്ങിക്കൊണ്ട് സഹിച്ചിരുന്നു. സീമാതീതമായിരുന്നു ഈ വ്യാകുലതകൾ. എന്നാൽ മനുഷ്യവർഗത്തിന്റെ പരിത്രാണാർത്ഥം ഈശോ കുരിശിൽ തൂങ്ങി മരിക്കണമെന്നുള്ളത് ദൈവനിശ്ചയമാണെന്നറിഞ്ഞതിനാൽ ദൈവം ആഗ്രഹിച്ചത് മറിയവും ആഗ്രഹിച്ചു. മിശിഹ തന്റെ നിത്യപിതാവിനോട്, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയല്ല, അങ്ങയുടെ തിരുമനസ് പോലെ ആകട്ടെ എന്ന് പറഞ്ഞ പ്രകാരം മറിയവും തൻ്റെ ഹൃദയത്തിൽ, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയല്ല, നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് തൻ്റെ പുത്രനോട് പറഞ്ഞിരുന്നു. ഈശോയുടെയും മറിയത്തിൻ്റെയും ആഗ്രഹം ഒന്നു തന്നെയായിരുന്നു. മിശിഹായുടെ മനസ്സ് പിതാവിൻ്റെതിനോട് പൂർണ്ണമായി യോജിച്ചിരുന്നു. മറിയത്തിൻ്റെതാകട്ടെ നിത്യപിതാവിൻ്റെയും മിശിഹായുടെയും മനസ്സിനോട് പൂർണ്ണമായി യോജിച്ചിരുന്നു. ക്രിസ്ത്യാനികളെ, പരിശുദ്ധ മറിയത്തെ അനുകരിച്ച് സകലത്തിലും ദൈവത്തിൻ്റെ തിരുമനസ്സിനെയും പരിപാലനത്തെയും ആരാധിക്കുവിൻ. കർത്താവെ, അങ്ങയുടെ തിരുവിഷ്ടം പോലെയാകട്ടെ എന്ന് നമുക്ക് നേരിടുന്ന സകല വിരോധങ്ങളിലും കഷ്ടതകളിലും ചൊല്ലി നാം ക്ഷമാശീലന്മാരും സമാധാനപ്രിയരായും ജീവിക്കേണ്ടതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ക്ഷമയുടെ ദർപ്പണമായ മറിയമേ, നിന്റെ പുത്രനായ ഈശോയുടെ പീഡാനുഭവം സംബന്ധിച്ച് അവർണ്ണനീയമായ വ്യാകുലതകൾ നിനക്ക് നേരിട്ടെങ്കിലും അവയെല്ലാം മഹാക്ഷമയോടും ദൈവതിരുമനസ്സിന് പൂർണ്ണമായ അനുസരണത്തോടും കൂടെ നീ കൈക്കൊണ്ടുവല്ലോ. ഞാനും നിന്റെ മാതൃക അനുസരിച്ച് എൻ്റെ കുരിശുകളെ ക്ഷമയോടെ ചുമപ്പാൻ നിശ്ചയിച്ചിരിക്കുന്നു. നിന്റെ വ്യാകുലതകളുടെയും പുത്രന്റെ പീഡാനുഭവത്തിന്റെയും നിരന്തരമായ സ്മരണ എൻ്റെ കുരിശുകളെ സന്തോഷപൂർവ്വം വഹിക്കുവാൻ എനിക്ക് ശക്തി തരുമെന്നതിൽ സംശയമില്ല. ആകയാൽ ഈ സ്മരണ എൻ്റെ ഹൃദയത്തിൽ സ്ഥിരമായി പതിക്കണമെന്നും തന്മൂലം എൻ്റെ മരണപര്യന്തം ദൈവ തിരുമനസ്സിന് എല്ലാ കാര്യത്തിലും പൂർണ്ണമായി കീഴടങ്ങി ഭാഗ്യമരണം പ്രാപിച്ച് സ്വർഗത്തിൽ നിത്യാനന്ദം അനുഭവിക്കുവാൻ എന്നെ യോഗ്യനാക്കണമെന്നും ഈശോയുടെ പീഡാനുഭവത്തെയും നിന്റെ വ്യാകുലതകളെയും കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പരിശുദ്ധ മാതാവേ, ശ്ലീബാമേൽ തറയ്ക്കപ്പെട്ട
കർത്താവിന്റെ തിരുമുറിവുകളെ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പരിശുദ്ധ മാതാവേ, ശ്ലീവാന്മേൽ തറയ്ക്കപ്പെട്ട കർത്താവിന്റെ തിരുമുറിവുകളെ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പരിശുദ്ധ മാതാവേ, ശ്ലീവാമേൽ തറയ്ക്കപ്പെട്ട കർത്താവിന്റെ തിരുമുറിവുകളെ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പരിശുദ്ധ മാതാവേ, ശ്ലീവാമേൽ തറയ്ക്കപ്പെട്ട കർത്താവിന്റെ തിരുമുറിവുകളെ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പരിശുദ്ധ മാതാവേ, ശ്ലീവാമേൽ തറയ്ക്കപ്പെട്ട കർത്താവിന്റെ തിരുമുറിവുകളെ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പരിശുദ്ധ മാതാവേ, ശ്ലീവാമേൽ തറയ്ക്കപ്പെട്ട കർത്താവിന്റെ തിരുമുറിവുകളെ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പരിശുദ്ധ മാതാവേ, ശ്ലീവാമേൽ തറയ്ക്കപ്പെട്ട കർത്താവിന്റെ തിരുമുറിവുകളെ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. വ്യാകുല മാതാവിന്റെ ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആകാശങ്ങളിലിരിക്കുന്ന ബാവാ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. റൂഹാദ് കുദിശ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകസ്വരൂപമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ വ്യാകുല മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വഴിയമ്പലത്തിൽ സ്ഥലം കിട്ടാതെ വന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കാലിത്തൊഴുത്തിൽ പോയി താമസിക്കുന്നതിന് നിർബന്ധിക്കപ്പെട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കടിഞ്ഞൂൽ പുത്രനെ പുൽക്കൂട്ടിൽ കിടത്തിയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രന്റെ ചേതനാചാരത്തെ സഹതാപത്തോടെ ദർശിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിന്റെ പുത്രൻ വിവാദത്തിന്റെ അടയാളമായി വെക്കപ്പെട്ടിരിക്കുന്നുവെന്ന് കേട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിന്റെ ആത്മാവിൽ ഒരു വാൾ കടക്കുമെന്ന് കേട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രനോടുകൂടെ ഈജിപ്തിലേക്ക് ഓടിയൊളിപ്പാൻ ആവശ്യപ്പെട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർദോഷികളായ ശിശുക്കളുടെ സംഹാരത്തിൽ വേദനിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 12ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് അപ്രത്യക്ഷനായ പുത്രനെ 3 ദിവസം സങ്കടത്തോടെ അന്വേഷിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിന്റെ പുത്രന്റെ നേരെ
യഹൂദന്മാർക്കുണ്ടായിരുന്ന തീരാത്ത പകയെ അറിഞ്ഞിരുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജെറൂസലമിലേക്ക് പീഡ സഹിക്കുവാൻ പോകുന്നതിന് പുത്രനെ അവസാനത്തെ അത്താഴനാൾ മഹാദുഃഖത്തോടെ യാത്രയാക്കിയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രൻ യൂദാസിനാൽ ചതിവായി കാട്ടിക്കൊടുക്കപ്പെട്ടെന്നും ബന്ധിച്ചു കൊണ്ടുപോകപ്പെട്ടെന്നും അറിഞ്ഞ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രൻ പാതകനെ പോലെ പ്രധാനാചാര്യന്മാർക്ക് ഏൽപ്പിക്കപ്പെട്ടെന്ന് ഗ്രഹിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രനിൽ കളവായി കുറ്റം ചുമത്തപ്പെട്ടെന്ന് കേട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രന്റെ തിരുക്കരണത്തിൽ ഭയങ്കരമായ വിധം അടിച്ചു എന്ന് ഗ്രഹിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രൻ യഹൂദന്മാരാലും പടയാളികളാലും എത്രയും കഠിനമായ വിധം ഉപദ്രവിക്കപ്പെട്ടെന്ന് കേട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രൻ ബറാബാസിന് പിന്നിടപ്പെട്ടെന്ന് അറിഞ്ഞ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ചമ്മട്ടികളാൽ അടിക്കപ്പെടുകയും മുൾമുടി ചൂടിക്കപ്പെടുകയും ചെയ്ത പുത്രനെ ദർശിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രന്റെ എത്രയും അന്യായമായി ഉച്ചരിക്കപ്പെട്ട വിധി തീർപ്പ് കേട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭാരമുള്ള സ്ലീവ വഹിച്ചിരുന്ന പുത്രനെ എതിരെ ചെന്ന് കണ്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രന്റെ തൃക്കൈകളും കാലുകളും ഭയങ്കരമായ ആണികളാൽ തറയ്ക്കപ്പെടുന്നത് ദർശിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീവായിൽ കിടന്ന് പുത്രന്റെ അന്തിമ വാക്കുകളെ കേട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാമരണവേദന അനുഭവിച്ചിരുന്ന പുത്രന്റെ സമീപത്ത് നിന്നിരുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീബായിൽ നിന്നിറക്കിയ പുത്രന്റെ മൃതശരീരത്തെ സ്വന്തം അടിയിൽ സ്വീകരിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രന്റെ ശരീരം സംസ്കരിക്കപ്പെട്ട ശേഷം മഹാക്ലേശത്തോടും ആശ്വാസമില്ലാതെയും വീട്ടിൽ പിന്തിരിഞ്ഞ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്തസാക്ഷികളുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ലേശിതരുടെ സന്തോഷമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദുർബലന്മാരുടെ ധൈര്യമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിന്റെ പുത്രന്റെ എത്രയും കഠിന പീഡാനുഭവത്തെയും മരണത്തെയും കുറിച്ച് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ ഹൃദയത്തിലെ എത്രയും കഠോര ദുഃഖങ്ങളെ കുറിച്ച് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ അത്യധികമായ ഖേദത്തെയും താപത്തെയും കുറിച്ച് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ സീമാതീതമായ പീഡകളെ കുറിച്ച് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ വിലാപത്തെയും അശ്രുക്കളെയും കുറിച്ച് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ മാതൃസഹതാപത്തെക്കുറിച്ച് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ ശക്തിയേറിയ മധ്യസ്ഥത വഴിയായി വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. അമിത ദുഃഖത്തിൽ നിന്ന് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. അധൈര്യശീലത്തിൽ നിന്ന് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. പാപത്തിന്റെ സകല അവകാശങ്ങളിലും ആപത്തുകളിലും നിന്ന് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. പിശാചിന്റെ കെണികളിൽ നിന്ന് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. ഹൃദയ കാഠിന്യത്തിൽ നിന്ന് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. പശ്ചാത്താപമില്ലായ്മയിൽ നിന്ന് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. ആകസ്മികവും ഒരുക്കമില്ലാതിരിക്കയിൽ വരുന്നതുമായ മരണത്തിൽ നിന്ന് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. നിത്യശിക്ഷാവിധിയിൽ നിന്ന് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. പാപികളായി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ പ്രാർത്ഥനയാൽ യഥാർത്ഥ വിശ്വാസത്തിലും ശരണത്തിലും ഉപവിയിലും ഞങ്ങളെ കാത്തുപരിപാലിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ പുത്രനിൽ നിന്ന് ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് പൂർണ്ണമായ അനുതാപവും മാനസാന്തരവും ഞങ്ങൾക്ക് തരുവിപ്പാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ പുത്രനിൽ നിന്ന് ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് പൂർണ്ണമായ അനുതാപവും മാനസാന്തരവും ഞങ്ങൾക്ക് തരുവിപ്പാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിന്നോട് പ്രാർത്ഥിക്കുന്നവർക്ക് ആശ്വാസവും സഹായവും നൽകുമാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആസന്ന മരണാവസ്ഥയിൽ
ഞങ്ങൾക്ക് തുണയായിരിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആയുസ്സിന്റെ ഭാഗ്യാവസാനം ഞങ്ങൾക്ക് പ്രാപിച്ചു തരുമാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവേശ്വരന്റെ മാതാവേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടി, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടി, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടി, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മിശിഹായെ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. മിശിഹായെ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. മിശിഹായെ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കൈക്കൊള്ളണമേ. മിശിഹായെ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കൈക്കൊള്ളണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ എത്രയും വ്യാകുലയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. ഈശോ മിശിഹാ കർത്താവേ, അങ്ങ് വേദന അനുഭവിക്കുന്ന സമയത്ത് വ്യാകുലതയുടെ വാളാൽ ആത്മാവിൽ മുറിപ്പെടുത്തപ്പെട്ട അങ്ങേ മാതാവായ ഭാഗ്യവതി കന്യക മറിയം, അങ്ങേ കൃപയുടെ സിംഹാസനത്തിൻ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മധ്യസ്ഥയായി നിൽക്കുവാൻ കൃപ ചെയ്യണമേ. ഈ പ്രാർത്ഥന പിതാവിനോടും റൂഹാദ് ഖുദ്സയോടും കൂടെ നിത്യമായി ജീവിച്ചു വാഴുന്ന ലോകരക്ഷിതാവായ ഈശോ മിശിഹായെ അങ്ങ് വഴിയായി ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ആമേൻ. സുകൃതജപം. ക്ഷമയുടെ ദർപ്പണമായ മറിയമേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സൽക്രിയ. ക്ഷമയുടെ വരം ലഭിക്കുന്നതിനായി വ്യാകുല മാതാവിനെ കുറിച്ച് ആഹാരത്തിൽ കുറച്ച് ഉപേക്ഷിക്കുക.